നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ BJP ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദുവിനെ വിളിക്കുന്ന ഓഡിയോ നമ്മളെല്ലാം കേട്ടതാണ്. ചാനലുകളിൽ വന്ന ആ ഓഡിയോ തുടങ്ങുന്നത് തന്നെ അടിച്ച് നിന്റെ പരിപ്പിളക്കും എന്ന ഭീഷണിയോടെയാണ്. സംഭാഷണത്തിൽ പലയിടത്തും കാ, മൈ തുടങ്ങിയ കനത്ത തെറിവിളികൾ, ആ തെറിവിളികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടയ്ക്കിടെ മ്യൂട്ട് ചെയ്ത് ബീപ്പ് ബീപ്പ് സൗണ്ട് ഇട്ട് ചാനലുകൾ ഓഡിയോ പുറത്തുവിട്ടത്. 60 വയസ്സെങ്കിലും പ്രായമുള്ള സ്വന്തം പാർട്ടിയുടെ ജില്ലാ നേതാവിനെയാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. മുതിർന്ന 3 കുട്ടികളുടെ അമ്മയാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് ഓർമ്മിക്കണം. 55 വയസ്സ് പ്രായമെങ്കിലും ഈ സ്ത്രീക്കുണ്ടാവണം. എന്നാൽ അതിൻ്റെ 1% പോലും പക്വതയോ ബോധമോ സംസ്കാരമോ ഇവരുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ലെന്ന് ആ വോയിസ് കേൾക്കുന്ന ആർക്കും തോന്നിപ്പോകും. നാവെടുത്താൽ ഭീഷണിയും തെറിയും പൂരപ്പാട്ടും. 5 മിനിറ്റ് തികച്ച് കേട്ടിരിക്കാൻ വയ്യാത്ത അരോചകമായ ധാർഷ്ട്യം കലർന്ന സംസാര ശൈലി. നാവെടുത്താൽ നുണയും ആടിനെ പട്ടിയാക്കുന്ന ജനങ്ങളെ മണ്ടന്മാരായി കാണുന്ന അല്പബുദ്ധിയും. ഇവരാണോ രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്? പുച്ഛം തോന്നുന്നു. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ വിടാതെ പിന്തുടരുന്ന അഴിമതി, കമ്മീഷൻ പറ്റല്, മറ്റനധികൃത ഇടപാടുകളും ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശോഭയുടെ ഒരു പ്രത്യേകത, എളുപ്പത്തിൽ ചെന്ന് എന്തെങ്കിലും കൈയിട്ട് വരുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കുടുങ്ങുകയും ചെയ്യുന്നു. കൊടകര ഹവാല ഇടപാട് കേസിൽ തിരൂർ സതീഷിനെ വീട്ടിൽ പോയി ശോഭ കണ്ടതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും വീട്ടിലെ കർട്ടൻ്റെ പൊസിഷൻ വെച്ച് ന്യായീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതാണ് ശോഭാ സുരേന്ദ്രൻ. മറ്റൊരു കേസിൽ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഓഡിയോ പുറത്തായപ്പോൾ അതിന് കാര്യമായ കാപ്സൂൾ ഇറക്കാതെ മുങ്ങി. അതും ശോഭാ സുരേന്ദ്രൻ. ഇന്ന് മറ്റൊരു ഭൂമി ഇടപാട് കേസിൽ ഉഡായിപ്പിക്കാൻ നോക്കിയ 10 ലക്ഷം ഒടുവിൽ പെടുമെന്നായപ്പോൾ ശോഭ ഇലക്ഷന് 2 ദിവസം മുൻപ് മറ്റൊരാൾ വഴി തിരിച്ചു നൽകിയതായി ദല്ലാൾ നന്ദകുമാർ സാക്ഷ്യപ്പെടുത്തുന്നു. കേരളത്തിൽ അധികാരമോ ഭരണമോ ഇല്ലാതിരുന്നിട്ട് പോലും അടിമുടി അഴിമതിയും അനധികൃത ധനസമ്പാദന മാർഗങ്ങളും രാഷ്ട്രീയത്തിലൂടെ കണ്ടെത്തി വിജയിച്ച 1-ാം നമ്പർ ഫ്രോഡ് അതാരാണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീ എന്ന് വിലയിരുത്താൻ വലിയ ഗവേഷണമൊന്നും നടത്തണ്ട. ഇപ്പോൾ ആലപ്പുഴയിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരെ പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ട് പാലക്കാട് പണവിതരണം നടത്തിയ കേസ് അവരുടെ തലയിലേക്ക് നൈസായി ഇട്ടുകൊടുത്ത് തടിയൂരാനാണ് ശോഭ ശ്രമിക്കുന്നത്. മണ്ടന്മാരും അടിമകളുമായ കുറേയേറെ പേര് ഈ സ്ത്രീക്ക് ചുറ്റും ഇപ്പോഴും കറങ്ങിക്കളിക്കുന്നുവെന്നത് മറ്റൊരു വിരോധാഭാസം. ഇവർക്കെതിരെ പരാതി കൊടുത്ത ആലപ്പുഴയിലെ ജില്ലാ നേതാവ് ബിന്ദുവിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി മാതൃക കാണിച്ചു BJP. അവരെ അങ്ങോട്ട് വിളിച്ച് തെറിയും പൂരപ്പാട്ടും നടത്തിയ ശോഭ വിശുദ്ധ. തെറിയും പൂരപ്പാട്ടും കേട്ട് ബോധരഹിതയായ ബിന്ദു പാർട്ടിക്ക് പുറത്തും. ഇതാണ് BJP.